നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പൊ ഇന്നെങ്കിലും പാക്കിംഗ് പരിപാടികളൊക്കെ സെറ്റ് ആക്കണമല്ലോ. എന്റെ ഫാമിലിയില് വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടെ ചേർന്ന് തിരുപ്പതിയിലേക്ക് പോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുന്നത്. എവിടോട്ടെങ്കിലും യാത്ര പോകണമെങ്കിൽ അതിപ്പോ എന്റെ സ്വന്തം വീടാണെങ്കിൽ കൂടി പാക്കിംഗ് ചെയ്യാനും പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചും ഒക്കെ ഒരാഴ്ചത്തെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാന്. പക്ഷെ ഇപ്രാവശ്യം അബിക്ക് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കാരണം അബി വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാനും ഒന്നും തന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം നടന്ന് പിന്നെ വിചാരിച്ചു ഈ എടുത്ത സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുന്നതിന് പകരം ഒന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നാൽ ഒരു മൂഡൊക്കെ വരുമല്ലോ. അപ്പൊ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വന്ന് റീസ്റ്റാർട്ടിങ് പരിപാടിയായിട്ട് ഒരു പാക്കിംഗ് ചെയ്യാം. ഇപ്രാവശ്യത്തെ മെയിൻ പരിപാടി അമ്പലത്തിലേക്കുള്ള പോക്കായതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു ട്രഡീഷണൽ അട്ടയറും പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ജ്വല്ലറീസും ഒക്കെയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയത്. പിന്നെ ഈ കമ്മല് കുറെ അധികം ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ എന്തോ സെറ്റ് ആയില്ല. അങ്ങനെ ഒരുവിധം വേണ്ടുള്ള എല്ലാ സാധനങ്ങളും പറക്കിയെടുത്ത് ടേബിളിൽ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പാക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു വിധത്തില് എല്ലാം ഒന്ന് പൗച്ചസിലേക്ക് ആക്കി. ഒരു യാത്ര പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ഇത്രയും മടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആവശ്യത്തിൽ കൂടുതൽ മടി ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഈ കുട്ടി പെട്ടി പാക്ക് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു മലമറിച്ച പണി ചെയ്ത ഫീലാണ്. ഇനി ഒരു കുഞ്ഞു ഹാൻഡ് ബാഗും കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. മറ്റേത് അബിയുടെ പോകുമ്പോൾ പേഴ്സും സാധനങ്ങളും ഒക്കെ അബി മാനേജ് ചെയ്തോളൂ. അപ്പോ ഒരു കുട്ടി ഹാൻഡ് ബാഗ് ആവാം. ഇത് വേണോ അവസാനം ഇതിൽ ഉറപ്പിച്ചു. അപ്പൊ ഇനി കുട്ടിയും പെട്ടിയൊക്കെ ആയി, ഇനി അങ്ങോട്ട് പോയാൽ മതി.